വില്യം ബെയ്ലി തൻ്റെ സൈന്യവുമായി കാഞ്ചീപുരത്തേക്ക് നീങ്ങുന്നതിനിടയിൽ ടിപ്പു സുൽത്താൻ്റെ വലിയ ആക്രമണമുണ്ടായി. എന്നാൽ അതിനെയൊക്കെ വില്യം ബെയ്ലിയുടെ പട സമർത്ഥമായി പ്രതിരോധിക്കുകയും ചെയ്തു. എന്നാൽ മുന്നേറുംതോറും കൂടുതൽ ആക്രമണം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയ ബെയ്ലി കാഞ്ചീപുരത്തിലേക്ക് അപകട സാധ്യതയും സൈനിക സഹായവും ആവശ്യപ്പെട്ട് സന്ദേശമയച്ചു. മൺറോ പ്രധാന സൈന്യത്തിൽ നിന്നും കേണൽ ഫ്ലച്ചറിൻ്റെ നേതൃത്വത്തിലുള്ള 1000 പേരടങ്ങുന്ന ഒരു സൈന്യത്തെ പേരമ്പാക്കം മേഖലകളിലേക്ക് അയക്കുകയുണ്ടായി. വലിയ ആക്രമണമൊന്നും നേരിടാതെ ഫ്ലച്ചറിൻ്റെ സൈന്യത്തിന് വില്യം ബെയ്ലിക്കൊപ്പം എത്തിച്ചേരാനും സാധിച്ചു. ആ രാത്രിയിൽ ഈ സൈന്യം സൈനിക നീക്കം നടത്തുന്നതിനിടയിൽ ടിപ്പു സുൽത്താൻ്റെ പട വീണ്ടും ആക്രമണം നടത്തുകയുണ്ടായി. അതിനെയും ഇംഗ്ലീഷ് പട ഒരുവിധം പ്രതിരോധിച്ചു. എന്നാൽ പിന്നീട് മുന്നേറാൻ കേണൽ ബെയ്ലി കാലതാമസം വരുത്തി. കാഞ്ചീപുരത്തേക്ക് അപ്പോൾ 15 കിലോമീറ്റർ കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ഒരു കാലതാമസം സമർത്ഥമായി ഉപയോഗിച്ച ടിപ്പു സുൽത്താൻ ആ രാത്രിയിൽ തന്നെ മുന്നേറി മറ്റൊരിടത്ത് പീരങ്കികളടക്കം നിലയുറപ്പിച്ച് കാത്തിരുന്നു. സെപ്റ്റംബർ 10-ാം തീയതി അങ്ങനെ 3700ഓളം പേർ വരുന്ന ബെയ്ലിയുടെ ഇംഗ്ലീഷ് പട വീണ്ടും മാർച്ച് ചെയ്യുകയാണ്. എന്നാൽ 2-3 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ടിപ്പു സുൽത്താൻ്റെ പീരങ്കികൾ പുറകിൽ നിന്ന് ഗർജിച്ചുകൊണ്ടിരുന്നു. ഈ അവസരം മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്ന ഹൈദരലി തൻ്റെ കുതിരപ്പടയോടൊപ്പം അപ്രതീക്ഷിത ആക്രമണവുമായി എത്തുകയും ചെയ്തു. ടിപ്പുവിൻ്റെ പീരങ്കി ആക്രമണങ്ങളെ പല ബ്രിട്ടീഷ് സംഘങ്ങൾ ചേർന്ന് ഒട്ടനവധി തവണ പ്രതിരോധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പതിയെ പതിയെ ബ്രിട്ടീഷ് പട തകർന്നു തുടങ്ങി. പല ഘട്ടങ്ങളിലായി മൈസൂർ ആക്രമണം സംഭവിക്കുകയും ഓരോ തവണയും വൻതോതിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയുമുണ്ടായി. കേണൽ ഫ്ലച്ചറൊക്കെ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. സമ്പൂർണ്ണ നാശമാണെന്ന് മനസ്സിലാക്കിയ വില്യം ബെയ്ലി വെള്ളക്കൊടി ഉയർത്തുകയും ഒടുവിൽ ഇംഗ്ലീഷ് പട മൈസൂരിന് മുന്നിൽ കീഴടങ്ങുകയുമാണ് ഉണ്ടായത്. അപ്പോഴും പലരെയും വധിക്കുകയും ബാക്കിയുള്ളവരെ തടവുകാരായി പിടിക്കുകയും ഒക്കെ ചെയ്തു. ബ്രിട്ടീഷ് റെക്കോർഡുകൾ അനുസരിച്ച് പോലും 800ഓളം യൂറോപ്യൻ സൈനികർ മാത്രം ഇവിടെ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. ബ്രിട്ടീഷിന് ഇന്ത്യയിലേറ്റ ഏറ്റവും വലിയ പരാജയം കൂടിയായി മാറി ബാറ്റിൽ ഓഫ് പൊല്ലിലൂർ എന്നത്. ഈ യുദ്ധവിജയത്തിൻ്റെ ചിത്രങ്ങൾ ശ്രീരംഗപട്ടണത്ത് കൊത്തിവെച്ചത് നമുക്കിന്നും കാണാമല്ലോ. ഫ്രഞ്ച് എഴുത്തുകൾ അനുസരിച്ച് 2000ഓളം ഇംഗ്ലീഷുകാരെ തടവിൽ പിടിച്ചതായും അത്രത്തോളം തന്നെ പേർ മരിച്ചതായും പറയുന്നുണ്ട്. ഏതായാലും ബ്രിട്ടീഷ് വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇതോടെ നീങ്ങിയത്. ഒരുപക്ഷെ അതിവേഗം ബ്രിട്ടീഷ് മദ്രാസ് മേഖലയിൽ തകരുമെന്ന് പോലും തോന്നിപ്പിക്കുന്ന വിധമാണ് അവിടെ ഉണ്ടായിട്ടുള്ള പരാജയം. അത്തരമൊരു നിർണായക നിമിഷത്തിൽ ഗവർണർ ജനറലായിട്ടുള്ള വാറൻ ഹേസ്റ്റിങ്സ് നിർണായകമായൊരു നീക്കം നടത്തുന്നുണ്ട്. ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫ്രഞ്ചിനെതിരെയും ബംഗാളിലുമൊക്കെ ബ്രിട്ടീഷിനായി നിർണായക യുദ്ധവിജയങ്ങൾ നേടിയിട്ടുള്ള സർ അയർകൂട്ട് ആ സമയം ബംഗാളിലേക്ക് തിരിച്ചെത്തി കമാൻഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പഴയ യുദ്ധവീര്യത്തിനുള്ള ആരോഗ്യമൊന്നും ഇല്ലെങ്കിൽ പോലും നായകശേഷിയും യുദ്ധങ്ങളിലെ അനുഭവവും ഇത്തരമൊരു അപകടഘട്ടത്തിൽ ബ്രിട്ടീഷിന് ഉപകാരമാവുമെന്ന് ഹേസ്റ്റിങ്സിന് തോന്നി. അപ്രകാരം അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം സർ അയർകൂട്ട് മദ്രാസിലേക്ക് തിരിക്കുകയുണ്ടായി. നവംബറോടെയാണ് അദ്ദേഹം എത്തുന്നതും ചുമതലകളൊക്കെ ഏറ്റെടുക്കുന്നതും. ഈ സമയം ഹൈദരലി അർക്കോട്ട് കോട്ടയിൽ ഉപരോധം നടത്തുകയാണ്. കോട്ടയുടെ പല മേഖലകളും ടിപ്പു സുൽത്താൻ്റെ നേതൃത്വത്തിലുള്ള പട തകർക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്തെ മറ്റ് പല മേഖലകളിലും മൈസൂർ സൈന്യം ഉപരോധം തുടരുന്നുമുണ്ട്. അയർകൂട്ട് ചെന്നൈ മേഖലകളിൽ നിന്ന് പതിയെ പല സൈനിക പ്രതിരോധ മേഖലകളിലേക്ക് മുന്നേറി തുടങ്ങി. ഫ്രഞ്ച് നാവിക സാന്നിധ്യം കാരണം അദ്ദേഹത്തിന് കൂടുതൽ ആയുധങ്ങൾ കടൽ വഴി എത്തുന്നതിൽ തടസ്സം നേരിട്ടു. അതോടെ അദ്ദേഹം പോണ്ടിച്ചേരി മേഖലകളിലേക്ക് നീങ്ങി. ഫ്രഞ്ച് പിന്തുണ ലഭിക്കുന്ന ബാക്കി മേഖലകളെ തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അവിടെ നിന്നും അദ്ദേഹം കൂടല്ലൂർ മേഖലകളിലേക്ക് മുന്നേറുകയുണ്ടായി. എന്നാൽ ഇവിടെ ഹൈദരലിയുടെ സൈന്യത്തിൻ്റെ ആക്രമണങ്ങളും തടസ്സപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായി തുടങ്ങി. അപ്രകാരം അയർകൂട്ടിൻ്റെ പടയ്ക്ക് മുന്നേറാനാകാതെ പ്രതിരോധത്തിൽ കഴിയേണ്ടി വന്നു. 2-3 മാസം കഴിഞ്ഞപ്പോൾ സർ എഡ്വേർഡ് ഹ്യൂഗ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പോഷക സേന ഇദ്ദേഹത്തിനായി എത്തിച്ചേരുകയുണ്ടായി. അതോടെ ചിദംബരം മേഖല ആക്രമിക്കാനായി ഇംഗ്ലീഷ് ഒരുങ്ങി. വാർത്തയറിഞ്ഞ ഹൈദരലി ഗംഭീരമായ ഒരു വലിയ നീണ്ട മാർച്ച് നടത്തുകയും ശത്രുവിനെ തടയാനായി ഒരുങ്ങുകയും ചെയ്തു. 1-2 ദിവസം കൊണ്ട് പടയെ 100-ലധികം കിലോമീറ്റർ മാർച്ച് ചെയ്യിപ്പിച്ചാണ് ഹൈദർ അന്ന് പ്രതിരോധമൊരുക്കിയത്. സംഭവമറിഞ്ഞ അയർകൂട്ട് ഉപരോധമൊക്കെ ഒഴിവാക്കുകയും പകരം തന്നെ ആക്രമിക്കാൻ എത്തിയിട്ടുള്ള മൈസൂർ പടയെ തിരിച്ചാക്രമിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായി ഉണ്ടാക്കുന്ന മുന്നേറ്റത്തിൽ ഹൈദരലിക്ക് പ്രതിരോധ നിരകൾ സജ്ജമാക്കാൻ സമയം കിട്ടില്ലെന്നും ഗ്രൗണ്ട് ആക്ഷനിൽ നേരിട്ട് ഇംഗ്ലീഷ് പടയ്ക്ക് മുന്നേറാനാവും എന്ന വിലയിരുത്തലുമായിരുന്നു കൂട്ട് നിലനിന്നത്. അപ്രകാരം മുന്നേറിയ ഇംഗ്ലീഷ് പട പല ഭാഗങ്ങളായി തിരിഞ്ഞ് ഒട്ടനവധി പ്രതിരോധ നിലകളിലായി സജ്ജരായി.
ഹൈദരലിയുടെ ശക്തമായ കുതിരപ്പട കൂട്ടിൻ്റെ പ്രതിരോധ നിരകൾക്ക് നേരെ പാഞ്ഞെടുത്തു. എന്നാൽ രണ്ടാം നിരയിലെ ഇംഗ്ലീഷ് പട മൈസൂർ കുതിരപ്പടയെ പല തവണ തടഞ്ഞു നിർത്തുകയുണ്ടായി. കൂടുതൽ സേന ചേർന്ന് ആക്രമണമൊക്കെ നടത്തിയെങ്കിലും മൈസൂർ കുതിരപ്പടയ്ക്ക് ഇവിടെ മുന്നേറാനായില്ല. അതോടെ ഹൈദരലിക്ക് ഇവിടെ നിന്നും പിന്മാറേണ്ടി വരികയാണ്. ബാറ്റിൽ ഓഫ് പോർട്ടനോവോ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ ഒരു യുദ്ധം 1781 ജൂലൈയിലാണ് നടക്കുന്നത്. അതുവരെയും മദ്രാസ് മേഖലയിലെങ്ങും പ്രതിരോധത്തിലായിരുന്ന ബ്രിട്ടീഷിന് ശ്വാസം തിരിച്ചു കിട്ടിയ യുദ്ധം കൂടിയായി മാറി ഇത്. നേരെ തിരിച്ച് ഹൈദരലിയുടെ മുന്നേറ്റ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായും ഈ യുദ്ധം മാറി. പോർട്ടനോവോ യുദ്ധത്തിൽ ഹൈദരലിക്ക് ആയിരക്കണക്കിന് സൈനികരെ നഷ്ടമാവുകയും ചെയ്തു. ഇവിടെ ഇംഗ്ലീഷ് സൈന്യത്തിന് ഉണ്ടായ വിജയം ഇംഗ്ലീഷ് പടയുടെ ആകെ വീര്യം വർദ്ധിപ്പിക്കുന്നതിനും ബംഗാളിൽ നിന്നും കൂടുതൽ സേനകൾക്ക് എളുപ്പത്തിൽ വന്നിറങ്ങുന്നതിനും വഴിയൊരുക്കി. ഇത്തരത്തിൽ പോഷക സേനകളെത്തി ആർക്കൂട്ടിൻ്റെ പട കൂടുതൽ ശക്തമായതോടെ കൂട്ടിൻ്റെ ഇംഗ്ലീഷ് പടയുടെ മുന്നേറ്റവും ആരംഭിച്ചു. മദ്രാസിന് ചുറ്റും വന്നെത്തിയിരുന്ന മൈസൂർ പടയുടെ പല പ്രതിരോധ നിരകളും ആക്രമിക്കപ്പെട്ടു. മൈസൂർ പിടിച്ചെടുത്ത കോട്ടകൾ ബ്രിട്ടീഷ് പട തിരിച്ചു പിടിക്കാനും ആരംഭിച്ചു. അപ്രകാരം കഴിഞ്ഞ വർഷം ബെയ്ലിക്ക് വമ്പൻ പരാജയം നേരിട്ട അതേ പ്രദേശത്ത് മറ്റൊരു യുദ്ധം കൂടി തുറക്കുകയുണ്ടായി. കൂട്ടിൻ്റെ സൈന്യം ഈ മേഖലയിലെത്തിയപ്പോൾ വീണ്ടും ഒരു പോരാട്ടം സൃഷ്ടിക്കപ്പെട്ടു. ഹൈദരലി കനത്ത രീതിയിൽ ഇതേ മേഖലയിൽ ആക്രമണം നടത്തുകയുണ്ടായി. എന്നാൽ പതിയെ പൊള്ളിലൂർ ഗ്രാമമേഖലയിലേക്ക് കടന്നെത്തിയ ഇംഗ്ലീഷ് പട ഉയർന്ന മേഖലകളൊക്കെ പിടിച്ചെടുത്ത് തിരിച്ച് വലിയ തോതിൽ പീരങ്കി ആക്രമണം ശക്തമാക്കുകയുണ്ടായി. ഒടുവിൽ ഹൈദരലിയുടെ പട ഇവിടെ നിന്നും പിന്മാറുകയുണ്ടായി. എങ്കിലും ഇരുകൂട്ടർക്കും നഷ്ടങ്ങൾ വന്ന വലിയ തോതിൽ ഫലമില്ലാത്ത ഒരു യുദ്ധമായാണ് ഇത്തവണ ഇത് മാറിയത്. ഏതായാലും അതോടെ അയർക്കൂട്ട് മദ്രാസിലേക്ക് തിരിച്ചെത്തി നിർണായക വിജയമൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തതിനെ തുടർന്ന് തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്വയമേ രാജിവെക്കാനൊരുങ്ങി. എന്നാൽ ഗവർണർ അത് സമ്മതിച്ചില്ല. അതുമാത്രമല്ല, മൈസൂർ പട തകർത്തുകൊണ്ടിരിക്കുന്ന ഉപരോധത്തിൽ പിടിച്ചു നിൽക്കുന്ന ബ്രിട്ടീഷിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ വെല്ലൂർ കോട്ടയെ സംരക്ഷിക്കണമെന്നും മൈസൂർ പടയെ അവിടെ നിന്ന് തുരത്തണമെന്ന കർത്തവ്യം കൂടി അയർക്കൂട്ടിനെ ഏൽപ്പിക്കുകയുണ്ടായി. നിർണായക കോട്ടയായ വെല്ലൂരിനെ കീഴടക്കാൻ മൈസൂർ ഫ്രഞ്ച് എഞ്ചിനീയേഴ്സിൻ്റെ സഹായത്തോടെ പദ്ധതികൾ നടത്തുന്ന സമയമാണിത്. ഉപരോധം വർഷമൊക്കെ പിന്നിട്ടിരിക്കുന്നു. കോട്ട ഏതായാലും വീഴുമെന്ന തോന്നലിലുമായിരുന്നു ഹൈദരലി. ഇതിനിടയിലാണ് അയർക്കൂട്ടിൻ്റെ സൈന്യം വെല്ലൂർ മേഖലകളിലേക്ക് എത്തുന്നത്. അപ്രതീക്ഷിതമായി കടന്നു വന്ന എതിരാളിക്ക് മേൽ നിലവിലുണ്ടായിരുന്ന മൈസൂർ സൈന്യം കനത്ത ആക്രമണമൊക്കെ അഴിച്ചുവിട്ടു. ഇരുഭാഗത്തും സമ്പൂർണ്ണ വിജയമൊന്നും അവകാശപ്പെടാനില്ലാത്ത മറ്റൊരു യുദ്ധമായി കൂടി അത് മാറി. ഇരുഭാഗത്തും ഏറെക്കുറെ തുല്യമായ നഷ്ടങ്ങളൊക്കെ തന്നെയാണ് സംഭവിച്ചത്. എങ്കിലും ഹൈദറുടെ വെല്ലൂർ കോട്ട പിടിച്ചെടുക്കൽ മോഹങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയായി മാറി. വർഷങ്ങളായി പ്രതിരോധം തീർത്ത വെല്ലൂർ കോട്ടയിലെ ഭക്ഷ്യധാന്യങ്ങളൊക്കെ ആ സമയം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അയർക്കൂട്ട് സമീപദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുകയും ധാന്യങ്ങൾ ശേഖരിച്ച് കോട്ടയിലേക്ക് എറിഞ്ഞു നൽകുകയും ചെയ്തു. ഏതായാലും മൈസൂർ സൈന്യത്തിന് പിന്നെയും വെല്ലൂർ കോട്ട ഭേദിക്കാനാവാതെ തുടരുകയുണ്ടായി. ഇത്തരമൊരു സൈനിക നടപടികൾക്ക് ശേഷം അയർക്കൂട്ട് തിരിച്ച് മദ്രാസിലേക്ക് തന്നെ എത്തി. പ്രായമായതുകൊണ്ടും അസുഖബാധിതനായതുകൊണ്ടും അയർക്കൂട്ട് പിന്നീട് യുദ്ധമുഖത്ത് ഉണ്ടായിരുന്നില്ല. അധികം വൈകാതെ അദ്ദേഹം മരണപ്പെടുകയുമുണ്ടായി. മദ്രാസിന് ചുറ്റും അയർക്കൂട്ടിൻ്റെ തിരിച്ചടികൾ എന്ന പോലെ മറ്റ് ചിലയിടങ്ങളിലും കൂടി നടക്കുകയുണ്ടായി. ഡച്ചുകാരും ഇംഗ്ലീഷുകാരും തെറ്റി നിന്നതുകൊണ്ട് തന്നെ ഹൈദരലി ഡച്ച് സഹായം ഉറപ്പുവരുത്തി. ഡച്ച് മൈസൂർ പരസ്പര സഹകരണം കണ്ടതോടെ അത് തകർക്കാനായി തഞ്ചാവൂരിലെ ഇംഗ്ലീഷ് പട കേണൽ ബ്രൈത്ത്വെയ്റ്റിൻ്റെ നേതൃത്വത്തിൽ മുന്നിട്ടിറങ്ങി. ഹൈദരുടെ സൈന്യം നിലയുറപ്പിച്ചിരുന്ന നാഗൂർ മേഖല തകർത്തതിന് ശേഷം ഇംഗ്ലീഷ് പട നാഗപട്ടണം തന്നെ ആക്രമിക്കുകയുണ്ടായി. അതോടെ തഞ്ചാവൂർ മേഖലകളിൽ നിന്ന് ഹൈദരലിക്ക് പൂർണ്ണമായി പിന്മാറേണ്ടതായി വന്നു. എന്നാൽ അധികം താമസിയാതെ ടിപ്പു സുൽത്താൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പട ബ്രൈത്ത്വെയ്റ്റിനെ വീണ്ടും ആക്രമിക്കുകയും പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തെ തടവുകാരനായി പിടിക്കുകയും ഒക്കെ ഉണ്ടായി. രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ ഹൈദരലി മാത്രമല്ലല്ലോ യുദ്ധത്തിനായി ഒരുങ്ങിയിട്ടുള്ളത്. നിസാം മദ്രാസ് പ്രസിഡൻസിയുടെ ഉത്തരമേഖലകളിലേക്ക് കടന്നെത്തും എന്ന ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. മസൂലിപട്ടം, രാജമുദ്രി പോലുള്ള നിർണായക മേഖലകളിലേക്ക് എന്നാൽ നിസാം എത്തിയതേയില്ല. യുദ്ധവഴികളിൽ വാറൻ ഹേസ്റ്റിങ്സ് നേരിട്ടിടപെട്ട് നിസാമിൻ്റെ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ചതുവഴി നിസാമിൻ്റെ ശത്രുത ബ്രിട്ടീഷ് ഒഴിവാക്കുകയുണ്ടായി. ചുരുക്കിയാൽ യുദ്ധവഴിയിൽ ഹൈദർ ഒറ്റയ്ക്കായി മാറി എന്നത് തന്നെ. മറാത്ത ഇംഗ്ലീഷ് യുദ്ധത്തിനും ഈ സമയം അവസാനമുണ്ടായി. 1782 മെയ് 17 ട്രീറ്റി ഓഫ് സാൽബായിലൂടെ മറാത്ത ബ്രിട്ടീഷ് പോരാട്ടങ്ങൾക്കും അവസാനമായി. വിശാല അർത്ഥത്തിൽ നോക്കുമ്പോൾ മറാത്ത, മൈസൂർ, നിസാം മൂവർ സഖ്യത്തെ ബ്രിട്ടീഷിന് പിരിക്കാൻ പറ്റി എന്നത് തന്നെയാണിത്. പിരിച്ചു എന്ന് മാത്രമല്ല,
പരസ്പരം എതിർക്കുന്ന നിലയിലേക്ക് വീണ്ടും കൊണ്ടു ചെന്നെത്തിക്കാനും ബ്രിട്ടീഷിന് സാധിച്ചു. ഏതായാലും യുദ്ധവഴിയിൽ അത്രയും മുന്നേറിയ ഹൈദരലി ഇവിടെ ഒറ്റയ്ക്കാവുകയാണ്. തൻ്റെ സുഹൃത്ത് രാജ്യങ്ങളായി നിലകൊണ്ടവർ വഴിമാറിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ ചതിച്ചിരിക്കുന്നു. ഇത്തരമൊരു തിരിച്ചടി വന്നയുടനെ തന്നെ ഹൈദർ കീഴടക്കിയ പല മേഖലകളിലും കലാപക്കൊടിയും ഉയർന്നു തുടങ്ങിയിരുന്നു. എന്നാൽ പ്രതിസന്ധികളിൽ അത്ര പെട്ടെന്നൊന്നും തളർന്നു പോകുന്ന ഒരാളായിരുന്നില്ലല്ലോ ഹൈദരലി എന്നത്. ഇംഗ്ലീഷിനെ മദ്രാസ് മേഖലയിൽ നിന്ന് പുറത്താക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവരുടെ ഭരണപരിധിയിലുള്ള മിക്ക മേഖലകളും ഹൈദർ പിടിച്ചെടുത്തിരിക്കുന്നു. പല നിർണായക കോട്ടകളും പിടിച്ചെടുത്തിരിക്കുന്നു. നിർണായക മേഖലകളൊക്കെ വളഞ്ഞിരിക്കുന്നു. ബ്രിട്ടീഷിനെ വിറപ്പിക്കുന്ന രീതിയിൽ നേരിട്ടുള്ള ഒട്ടനവധി യുദ്ധങ്ങൾ തന്നെ നടന്നിരിക്കുന്നു. പക്ഷേ യുദ്ധവഴിയിൽ ഒറ്റയ്ക്കായതോടെ ഹൈദർ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമത്തിൽ ഇരുന്നതായി ആ കാലത്തെ രേഖപ്പെടുത്തലുകളിൽ നിന്ന് മനസ്സിലാക്കാം. പൂർണ്ണയുമായി നടത്തിയ ഒരു സംസാരത്തിൽ ഇപ്രകാരം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു: താൻ ഒരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. ഇംഗ്ലീഷുകാരും മൈസൂരും തമ്മിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും വലിയൊരു യുദ്ധം ചെയ്യുന്നതിന് ആവശ്യമായ കാരണങ്ങൾ സത്യത്തിലില്ലായിരുന്നു. ഒട്ടനവധി ബെയിലിമാരും ബ്രെയ്ത്ത്വെയ്റ്റുമാരും ഒക്കെ തോൽപ്പിക്കപ്പെട്ടാലും അവർ പൂർണ്ണമായി തകരുകയില്ല. അവരുടെ ദേശങ്ങളും പ്രദേശങ്ങളും ഒക്കെ തകർത്താലും എനിക്ക് ഇംഗ്ലീഷ് എന്ന കടലിനെ തകർക്കാനാവില്ല. മറാത്തയെ ഞാൻ എന്തിന് വിശ്വസിച്ചു? ഇവിടെയുള്ള ഒരാളും മറാത്തയെ വിശ്വസിക്കില്ല. ഫ്രഞ്ച് സൈന്യം ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവർക്കുമെതിരെയും ഞാനിനി ഒറ്റയ്ക്ക് പോരാടേണ്ടിയിരിക്കുന്നു. ഏതായാലും വിഷമഘട്ടത്തിലൊന്നും ചരിത്രത്തിലെവിടെയും ഹൈദരലി പതറിയതായി കാണാനാവില്ലല്ലോ. വീണ്ടും യുദ്ധവഴികളിലേക്ക് ഇറങ്ങിയ ഹൈദരലി മലബാറിലും കൂർഗിലും സക്ലേഷ്പുര മേഖലയിലുമൊക്കെ ഉണ്ടായിട്ടുള്ള കലാപക്കൊടികളെ അടിച്ചമർത്താനായി നടപടികൾ എടുക്കുകയുണ്ടായി. ഈ സമയം ഫ്രഞ്ച് ട്രൂപ്സ് കൂടല്ലൂർ മേഖലയിൽ എത്തിയതായി ഹൈദർക്ക് വിവരം ലഭിക്കുകയുണ്ടായി. എന്നാൽ വഴിമധ്യേ 2 തവണയൊക്കെ ആക്രമണം നേരിട്ടതുകൊണ്ട് തന്നെ ആ സൈന്യത്തിലെ ആൾബലം വലിയ തോതിൽ കുറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ഭരണമേഖല സൈനികരെ നേരിട്ടുള്ള യുദ്ധങ്ങൾക്കായി വിട്ടു നൽകാനും മടിച്ചു. 1782 ജൂണിൽ ചെറിയ രീതിയിലെങ്കിലും മദ്രാസ് മേഖലയിൽ പരസ്പരം പോരാട്ടങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. ആഗസ്റ്റിൽ ബോംബെയിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് പട മലബാറിലേക്ക് എത്തുകയുണ്ടായി. കോഴിക്കോട് മേഖല പിടിച്ചെടുക്കുകയും പാലക്കാട് മേഖലകളിലേക്ക് നീങ്ങുകയുമുണ്ടായി. ഹൈദരലിയുടെ നിർദ്ദേശപ്രകാരം ടിപ്പു സുൽത്താൻ അതിവേഗം മലബാറിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തു. ഈ ഒരു സമയമാണ് മലബാറിലുണ്ടായിരുന്ന മഖ്ദൂം അലി എന്ന ഹൈദരലിയുടെ ഏറ്റവും വിശ്വസ്തനൊക്കെ കൊല്ലപ്പെടുന്നത്. ഒക്ടോബറോടെ മലബാറിലെത്തിയ ടിപ്പു സുൽത്താൻ എതിരാളികൾക്ക് കനത്ത നാശം വിതയ്ക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പടയ്ക്ക് ഇവിടെ നിന്ന് പിന്മാറേണ്ടിയും വന്നു. 1782 മഴക്കാലമായതോടെ മൈസൂർ ഇംഗ്ലീഷ് യുദ്ധങ്ങൾക്ക് വീണ്ടും താൽക്കാലികമായ അവസാനമുണ്ടായി. നേരിട്ടുള്ള പോരാട്ടങ്ങൾക്ക് പകരം അവരവരുടെ മേഖലയിൽ ഇരു സൈന്യവും നിലയുറപ്പിച്ചുകൊണ്ടിരുന്നു. ഈ സമയം ഹൈദരലി ആർക്കോട്ടിന് ഒരു 25 കിലോമീറ്റർ മുന്നേ ഒരു ക്യാമ്പിലാണ് നിലയുറപ്പിക്കുന്നത്. വയറിൽ ബാധിച്ച ചില മുഴകളുമായി ബന്ധപ്പെട്ട് ഹൈദരലി കുറച്ച് നാളുകളായി ബുദ്ധിമുട്ടിലായിരുന്നു. ആദ്യമൊക്കെ സാധാരണ മുഴയെന്ന നിലയിൽ നോക്കിക്കണ്ടെങ്കിലും ആരോഗ്യം ക്ഷയിക്കാൻ ആരംഭിച്ചതോടെ ഹിന്ദു, മുസ്ലിം, ഫ്രഞ്ച് വൈദ്യന്മാരുടെ അടക്കം സേവനം ഹൈദർ തേടുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടും കുറഞ്ഞു വരികയാണ് ഉണ്ടായത്. ഒടുവിൽ 1782 ഡിസംബർ 7 ഹൈദരലി 2ാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ഈ ലോകത്തോട് വിട പറയുകയാണ് ഉണ്ടായത്. ഹൈദരലിയുടെ മരണം പൂർണ്ണമായും രഹസ്യമാക്കി വെച്ച അദ്ദേഹത്തിൻ്റെ അടുത്ത ഉദ്യോഗസ്ഥർ ടിപ്പു സുൽത്താൻ്റെ വരവിനായി കാത്തിരുന്നു. ഹൈദരുടെ യുദ്ധവഴികളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ടിപ്പു സുൽത്താൻ്റെ ഭരണ പോരാട്ട ചരിത്രമാണ് പിന്നീടുണ്ടാവുന്നത്.